40 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞ ഒരു 40-50 ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ കുറേ ചേഞ്ചസ് വേറെ ആൻഡ് ചേഞ്ചസ് വരും. ബോൺസിൽ വരും. ബോൺസ് പതുക്കെ വീക്ക് ആവാൻ തുടങ്ങും. അത് ഈവൻ 50 ഒന്നും ആവണ്ട, ഒരു 40 കഴിഞ്ഞാൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഫീമെയിൽസ് ആണെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ആയിരിക്കും. മെനോപോസ് ഒക്കെ കഴിയുമ്പോൾ വീക്ക് ആയിരിക്കും. മസിൽസ് വീക്ക് ആവാൻ തുടങ്ങും. മസിൽസ് സ്റ്റിഫ് ആവാൻ തുടങ്ങും. മീൻസ് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ സ്റ്റഡീസ് ഒക്കെ നോക്കിയാൽ ഒരു എവറി 10 ഇയേഴ്സ് മസിൽസിൻ്റെ ഒരു 8-10% മസിൽ മാസ് കുറയും. 40 വയസ്സ് കഴിഞ്ഞാൽ നമ്മളൊന്ന് ചെയ്തില്ലെങ്കിൽ അത് കുറച്ച് ഫാസ്റ്റായിട്ട് കുറഞ്ഞുകൊണ്ട് അപ്പോൾ മസിൽസ് വീക്കായിരിക്കും. അതുപോലെ ജോയിൻറ്റ്സ് സ്റ്റിഫ് ആവാൻ തുടങ്ങും. ലിഗമെൻസിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞിട്ട് ലിഗമെൻറ്റ്സ് സ്റ്റിഫ് ആവും, ജോയിൻറ്റ്സ് സ്റ്റിഫ് ആവും. കാർട്ടിലേജ് എന്ന് പറഞ്ഞ തരുണാസ്ഥി ഉണ്ടല്ലോ, അത് വേറെ ടയർ വന്ന് അതിൽ തേയ്മാനത്തിൻ്റെ ചേഞ്ചസ്, ഇതൊക്കെ ഒരു 40 കഴിഞ്ഞിട്ടാണ് തുടങ്ങാം. അപ്പോൾ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിൻ്റെ എക്സസൈസാണ്. ഡയറ്റ്, പിന്നെ സ്ട്രെസ്സ് കുറക്കുക. എക്സസൈസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എയറോബിക് എക്സസൈസ്, കാർഡിയോവാസ്കുലർ എക്സസൈസ്, കാർഡിയോ റെസ്പിറേറ്ററി എന്ന് പറയുമല്ലോ, എയറോബിക് എക്സസൈസ്. അത് നമ്മൾ ഹാർട്ടിനും ലങ്സിനും മാത്രമല്ല ബോൺസിനും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എയറോബിക് എക്സസൈസ്. അപ്പോൾ അതിൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആഴ്ചയിൽ ഒരു 300 മിനിറ്റ്സ് എങ്കിലും, അതായത് 5 മണിക്കൂറെങ്കിലും ആഴ്ചയിൽ എയറോബിക് എക്സസൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് ഡെയിലി 45 മിനിറ്റ്സ് ടു 1 അവർ ചെയ്യാം. പിന്നെ മസിൽ സ്ട്രെങ്ത് കൂട്ടാൻ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യണം. ഡെയിലി ഞാൻ നടക്കുന്നുണ്ട്, ഞാൻ ഹെൽത്തിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നിർബന്ധമായിട്ട് ചെയ്യാം. വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. ജിമ്മിൽ പോകണമെന്നില്ല. ഒരു 2.5-ൻ്റെയും 5 kg 2 ഡംബൽസ് വാങ്ങി വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ എക്സസൈസ് ബാൻഡ്സ് കിട്ടും. ഇനി വെയ്റ്റ്സ് ഒന്നും ഇല്ലാണ്ട് ബോഡി വെയിറ്റ് വെച്ച് തന്നെ ചെയ്യാം. നമുക്ക് പുഷപ്പ് ചെയ്യാം, സ്ക്വാട്സ് ചെയ്യാം, വാൾ പുഷപ്പ് ചെയ്യാം. ഇതൊക്കെ മസിൽ സ്ട്രെങ്തനിങ്ങിൽ വരുന്നത്. അത് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ചെയ്യാം. പിന്നെ ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫ്ലെക്സിബിലിറ്റി. പെട്ടെന്ന് ഒരു 40-50 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ കളി സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. പെട്ടെന്ന് ഈ വീക്കെൻഡ് ആകുമ്പോൾ എന്തെങ്കിലും ഫുട്ബോളോ എന്തെങ്കിലും കളിക്കും. ആ 1 വീക്ക് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, കളിക്കും. അപ്പോഴും ഇഞ്ചുറി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതെ. അപ്പോൾ അതിന് ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മൾ മസിൽസ് ആയാലും ജോയിൻസ് ആയാലും. അതിന് യോഗ നല്ലതാണ്, അല്ലെങ്കിൽ സ്ട്രെച്ചിങ്. അപ്പോൾ നമ്മൾ ഡെയിലി എക്സസൈസിൻ്റെ കൂടെ സ്ട്രെച്ചിങ്ങോ യോഗയും ഇൻക്ലൂഡ് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഒരു 50-60 ഒക്കെ കഴിഞ്ഞാലാണ് നമ്മൾ കൂടുതൽ വീഴുക, ഫ്രാക്ചറൊക്കെ വരിക. അവർക്ക് ഈ എക്സസൈസിൻ്റെ ഒപ്പം തന്നെ ബാലൻസിങ് എക്സസൈസ്, അതായത് 4th, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒറ്റക്കാലിൽ നിൽക്കാനുള്ള ട്രെയിനിങ് പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഒറ്റക്കാലിൽ നമുക്കൊന്നും പിടിക്കാണ്ട് നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ചെയർ ഹോൾഡ് ചെയ്ത് ഓരോ കാലിലും മാറി ഒരു 30 സെക്കൻഡ്സ് നിന്ന് ബാലൻസിങ് എക്സസൈസ് ബാലൻസ് ചെയ്യുക. ഒരു ലെഗിൽ നിന്നിട്ട് നമ്മൾ വീഴുമ്പോൾ ഒരു ലെഗ് പെട്ടെന്ന് സ്ലിപ്പായിട്ടാണല്ലോ ഫ്രാക്ചറൊക്കെ വരുന്നത്. അപ്പോൾ ഓരോ ലെഗ് മാറി ഒരു ചെയർ പിടിച്ച് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും. 4 എയറോബിക്, കാർഡിയോ റെസ്പിറേറ്ററി, മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ്, ബാലൻസിങ്, അതുപോലെ ഫ്ലെക്സിബിലിറ്റി. ഇത് 4 റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒട്ടുമിക്ക നമുക്ക് ഈ പറഞ്ഞ ഇഞ്ചുറീസ്, ചെറിയ ഫോളിൽ വരുന്ന ഫ്രാക്ചർ, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും.